നമസ്കാരം. സംസ്ഥാനത്താകെ ലഹരിമരുന്ന് വേട്ട നടക്കുകയാണ്. ഇഘട്ടത്തിൽ കോഴിക്കോട് നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വാർത്ത വരികയാണ്. കോഴിക്കോട് കുടുംബത്തെ ഒന്നടങ്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ മയക്കുമരുന്നിനടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മ. എലത്തൂർ ചെട്ടിക്കുളം സ്വദേശി രാഹുലിനെയാണ് അമ്മ മിനി പോലീസിൽ ഏൽപ്പിച്ചത്. രാഹുലിന് കേവലം 26 വയസ്സ് മാത്രമാണുള്ളത്. പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുൽ 9 മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി ഹാജരാകാതെ ഒളിവിൽ നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയത്. യുവാവിന്റെ അമ്മ തന്നെയാണ് മകനെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത്. പണം ചോദിച്ചാണ് യുവാവ് വീട്ടിൽ അക്രമം നടത്തിയത്. എല്ലാവരെയും കൊന്ന് ജയിലിൽ പോകുമെന്നാണ് ഭീഷണി. സഹിച്ചതിന് കണക്കില്ലെന്നും ഗതികെട്ടാണ് മകനെക്കുറിച്ച് പോലീസിനെ വിവരം അറിയിച്ചതെന്നും ഇനി പറ്റില്ല എന്നും അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലഹരിക്കടിമയായ മകൻ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല വീട്ടിലുള്ള മുതിർന്ന ആളുകളെ കൊന്നു തള്ളുമെന്നും പറഞ്ഞു. നിരന്തരം ഭീഷണി തുടർന്നതോടെയാണ് മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകിയത്. അമ്മയെയും മുത്തശ്ശിയെയും കൊല്ലുമെന്നായിരുന്നു പ്രധാന ഭീഷണിപ്പെടുത്തൽ. വീട്ടിലെ സഹോദരിയുടെ കുഞ്ഞിനെ ഉൾപ്പെടെ കൊന്ന് ജയിലിൽ പോകുമെന്നും മകൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ചോദിച്ച പണം കൊടുക്കാത്തതിനെ തുടർന്നായിരുന്നു കൊലവിളിയും ആത്മഹത്യാ ഭീഷണിയും. പണമൊക്കെ തന്നെയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ അത് വാങ്ങാനും വേണ്ടിയാണ് മകൻ ചെലവാക്കിയിരുന്നെന്നാണ് അമ്മ നൽകുന്ന മൊഴി. തുടർന്ന് അമ്മ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇന്ന് പോലീസ് എത്തിയപ്പോൾ രാഹുൽ ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. വീടിന്റെ അകത്തുപോലും മകൻ പതിവായി ലഹരിമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും അമ്മ പറയുന്നു. പലതവണ അക്രമാസക്തനായിട്ടുണ്ട്. വിമുക്തി കേന്ദ്രത്തിലും മകനെ പ്രവേശിപ്പിച്ചിരുന്നു. ഒരു കുടുംബത്തിനും ഇങ്ങനെയൊരു ഗതി വരുത്തരുതെന്ന് അമ്മ മിനി പറയുന്നു. ലഹരി, പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ മിനി പോലീസിനെ വിളിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ രാഹുൽ കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതലുള്ള കൂട്ടുകെട്ടാണ് മകനെ ലഹരിക്ക് അടിമയാക്കിയതെന്ന് അമ്മ മിനി പറഞ്ഞു. വർഷങ്ങളായി മകൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. വീട്ടുകാരുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു. വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ തല്ലി തകർക്കുന്നു. പണം നൽകണമെന്നാവശ്യപ്പെട്ട് വീട്ടിൽ നിരന്തരം ബഹളമുണ്ടാക്കുന്ന അവസ്ഥയാണ്. വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ഒരു സാധനവും വീട്ടിൽ സൂക്ഷിക്കാൻ സമ്മതിക്കില്ലെന്നും നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും മിനി മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻപും രാഹുലിനെതിരെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാഹുലിന്റെ ഭാര്യ വിവാഹമോചനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരിക്കടത്ത് സംഘവുമായി രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മാത്രമല്ല താൻ പലപ്പോഴും തന്റെ വൈഫൈ കണക്ട് ചെയ്താണ് രാഹുൽ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുള്ളതെന്നും വൈഫൈ വിച്ഛേദിക്കുന്ന സമയത്ത് രാഹുൽ അക്രമാസക്തനാവാറുണ്ടെന്നും മൊബൈൽ വാട്സാപ്പ് കോൾ മുഖേനയാണ് രാഹുലുമായി ബന്ധപ്പെട്ട മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ബന്ധപ്പെടാറുള്ളതെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എലത്തൂർ പ്രിൻസിപ്പൽ SI മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിക്ക് കോഴിക്കോട്, താമരശ്ശേരി, കൂരാച്ചുണ്ട്, ഇടുക്കി ജില്ലയിലെ പീരുമേട് പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു.